എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള കുറച്ച് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. ഇനി പഴം ഒന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം ഒന്ന് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. എല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പഴം നന്നായിട്ട് പഴുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ മധുരം തന്നെ അപ്പത്തിന് നല്ല മധുരം ഉണ്ടാകും. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് ഒരു സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മുന്തിരിപ്പഴവും കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പഴം ചേർത്ത് കൊടുക്കാം. പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് വെന്തുടയണം. നെയ്യിൽ ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കുമ്പോഴാണ് അപ്പത്തിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇപ്പം നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് എടുത്തു വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയും പഴവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് ആട്ടമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് മാവ് മതിയാകും. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പഴത്തിൻ്റെ അതുകൊണ്ട് തന്നെ മാവെല്ലാം നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരിക്കും. ഇനിയും പ്ലാവിലയാണ് എടുത്തിട്ടുള്ളത്. പ്ലാവിലയിൽ വെച്ച് ആവിയിൽ പുഴുങ്ങി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓരോ സ്പൂണ് പ്ലാവിലയിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നന്നായിട്ട് അത് പരത്തി കിട്ടും. നല്ല നൈസായിട്ട് കിട്ടും. ഇങ്ങനെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. വലിയ ഇലയായാലും ചെറിയ ഇലയായാലും ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പം തന്നെ നല്ല നൈസായിട്ട് കിട്ടും. എല്ലാം ഇപ്പം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഇത് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതെല്ലാം വെച്ച് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. നല്ലപോലെ ആവി പുറത്തേക്ക് വന്നതിന് ശേഷം സ്റ്റൗ സിമ്മിലാക്കാവുന്നതാണ്.
ആവി പുറത്തേക്ക് വന്നതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി വെച്ചിരുന്നാൽ അപ്പം റെഡിയാകും. ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ആവി നല്ലപോലെ പുറത്ത് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക്. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അത് വെന്തോന്ന് നോക്കുക. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പം റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം എടുക്കാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.